രാകേഷ് പറഞ്ഞനുസരിച്ച് സെബാസ്റ്റ്യൻ അവന് തേജയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവൻ ഏത് നിമിഷവും വയനാട്ടിൽ എത്തിച്ചേരുമെന്നാണ് അറിഞ്ഞത്. ഏകദേശം 1 മണിക്കൂർ കാത്തുനിൽപ്പിനൊടുവിൽ തേജയുടെ കാറ് ഇരുവരുടെയും മുമ്പിലായി ചീറിപ്പാഞ്ഞുകൊണ്ട് നിർത്തി. അതിൽ നിന്നിറങ്ങുന്ന തേജയെ കണ്ടതും രാകേഷും സെബാസ്റ്റ്യനും ഭയഭക്തി ബഹുമാനത്തോടെ ഒരോരത്തേക്കായി മാറി നിന്നു. കാറിൽ നിന്നിറങ്ങിയ തേജ തന്റെ മുമ്പിലായി കാണുന്ന വയനാടിന്റെ മനോഹാരിത നോക്കിക്കൊണ്ട് തന്നെ തന്റെ കണ്ണിൽ നിന്നും സൺഗ്ലാസ് എടുത്തു മാറ്റിക്കൊണ്ട് രാകേഷിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, രാകേഷ്, എന്തായി? മിത്ര കിട്ടിയോ? അഭിന സർ. അവൻ സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വള്ളിപുള്ളി വിടാതെ രാകേഷിനോട് പറഞ്ഞു. അപ്പം മിത്ര തനിച്ചല്ല, അവൾക്കൊരു രക്ഷകനുണ്ടല്ലേ? ഉണ്ടെന്ന് വേണമെങ്കിൽ പറയും സർ. പക്ഷേ അവൻ ആരാണെന്ന് യാതൊരു എത്തുപിടിയില്ല. പിന്നെ ഒരു 10 മിനിറ്റ് മുന്നേ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. എന്ത് വിവരം? തേജ തന്റെ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് രാകേഷിനോട് ചോദിച്ചു. അഭിന സർ, ഇവിടുന്ന് 2 മണിക്കൂർ യാത്ര ചെയ്താ ഒരു ആദിവാസി ഊരിലാണ് എത്തുക. അവിടുത്തെ ഒരു പയ്യനെ കാട്ടാൻ ആക്രമിച്ചു എന്നറിഞ്ഞ് ഇയാൾക്കറിയാവുന്ന പയ്യനാ ഡോക്ടറുടെ കൂടെ അയാളെ സഹായിക്കാൻ വേണ്ടി അവിടേക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു യുവാവിനും പെൺകുട്ടിക്കും വനത്തിലോ ക്ഷേത്രത്തിലേക്ക് വഴി കാണിക്കാൻ വേണ്ടി പോയപ്പോൾ കാട്ടാൻ ആക്രമിച്ചതെന്നാ. ഒരുപക്ഷെ ആ യുവാവും പെൺകുട്ടിയും ഇത്രയും മറ്റവനാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായില്ലേ തേജ സാർ? രാകേഷ് എല്ലാം വെട്ടിപ്പിടിച്ചവനെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് തേജയോടായി ചോദിച്ചു. ഗുഡ്, ശരിയാണ്. എങ്കിലും താനൊരു കാര്യം ചെയ്യാം, മിത്രയുടെ ഫോട്ടോ പയ്യൻ അയച്ചു കൊടുക്കുക. ആദിവാസി ഊരിലുള്ള ആരെങ്കിലും ആ ഫോട്ടോ തിരിച്ചറിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ? അത് ശരിയാ സാർ, പറഞ്ഞത് ഞാൻ ചെയ്യാം. രാകേഷ് തന്റെ കയ്യിലുണ്ടായിരുന്ന മിത്രയുടെ ഫോട്ടോ ആ മെയിൽ നേഴ്സിന് അയച്ചു കൊടുത്തു. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ച് റിപ്ലൈ വന്നു. മൊബൈലിൽ കാണുന്ന റിപ്ലൈ കണ്ടതും രാകേഷിന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. തേജ, ആ മിത്ര തന്നെയാ. രാകേഷ് അങ്ങനെ പറഞ്ഞതും തേജയുടെ കണ്ണുകളൊന്ന് വിടർന്നു. മിത്രയിലേക്കുള്ള ദൂരം ഇനി അധികമില്ലെന്ന് അവന്റെ മനസ്സ് അവനോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. രുദ്രന്റെ കൂടെ എത്തുവാൻ മിത്ര നന്നേ പാടുപെട്ടിരുന്നു. അവസാനം ഗതികെട്ട മിത്ര രുദ്രനോടായി വിളിച്ചു പറഞ്ഞു, അതെ, ഒന്ന് പതിയെ നടക്കാമോ? മുട്ടുകാലിൽ കൈകൾ ഊന്നി കുനിഞ്ഞെന്ന് ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് മിത്ര രുദ്രനോടായി പറഞ്ഞു. രുദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ പുറകിലായി നിന്ന് ശ്വാസം ആഞ്ഞു വലിക്കുന്ന മിത്രയെയാണ് കാണുന്നത്. ഇങ്ങനെ ആമഴിയുന്നവരെ നടന്നാലേ നമ്മൾ ഇപ്പോഴൊന്നും ആ ക്ഷേത്രത്തിൽ എത്തിച്ചേരില്ല. ഒന്ന് വേഗം ഇങ്ങോട്ട് ഇളകി നടക്കേണ്ട കൊച്ചേ. മിത്രയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് രുദ്രൻ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഈ സമയം മനസ്സിൽ നന്നായി രുദ്രനെ സ്മരിച്ചുകൊണ്ട് മിത്ര കാലെടുത്ത് മുന്നോട്ട് വെച്ചത്. പുറകിൽ നിന്നെന്തോ ശബ്ദം കേട്ട് രുദ്രൻ തിരിഞ്ഞോക്കിയപ്പോൾ കാണുന്ന ഒരു ചെറിയ കുഴിയിലായി വീണെടുക്കുന്ന മിത്രയാണ്. എന്റെ ദേവി! സ്വയം നെറ്റിയിലടിച്ച് തന്റെ ദേഷ്യം കടിച്ചമർത്തി രുദ്രൻ മിത്രയുടെ അടുക്കിലേക്ക് ഓടി വന്നു. എവിടെയാണ് നിന്റെ കണ്ണ്? നീ എവിടെ നോക്കിയിട്ട് നടക്കുന്നത്? അത് പിന്നെ ഞാൻ അറിയാതെ. രുദ്രന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ഭയം കൊണ്ട് മിത്ര താഴേക്ക് തന്നെ നോക്കി അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അവനോടായി പറഞ്ഞു. തമ്പുരാട്ടി ഇന്നു മുതൽ ഇവിടെ ഇരിക്കാനാണോ പോകുന്നത്? സൗമ്യതയോടുകൂടിയാണ് രുദ്രൻ മിത്രയോട് ചോദിക്കുന്നെങ്കിലും ദേഷ്യം കൊണ്ട് അവന്റെ പല്ലുകൾ ഞെരിഞ്ഞ വരുന്ന ശബ്ദം മിത്രയ്ക്ക് ശരിക്കും കേൾക്കാമായിരുന്നു. അത് പിന്നെ എന്റെ കാല്. എവിടെ നോക്കട്ടെ? മിത്ര അങ്ങനെ പറഞ്ഞു. രുദ്രൻ ഇരുന്നുകൊണ്ട് മിത്രയുടെ വലതുകാലം നോക്കി. രുദ്രൻ ബലമായി അവളുടെ വലതുകാലിൽ പിടിച്ചതും അവൾ അറിയാതെ കാല് വലിച്ചുകൊണ്ടെന്ന് കരഞ്ഞുപോയി. അടങ്ങിയിരിക്കടി. അവളുടെ കാല് പിടിച്ച് നോക്കിക്കൊണ്ട് മിത്രയുടെ മുഖത്ത് നോക്കി രുദ്രൻ ചോദിച്ചു, ശരിക്കൊന്നും സംഭവിച്ചത്? അതിനെ ഞാൻ. മിത്ര എന്തോ ഓർത്തുകൊണ്ട് താൻ എങ്ങനെയാണ് വീണെന്ന് പറയാൻ വേണ്ടി ആലോചിച്ചു. പെട്ടെന്നാണ് രുദ്രൻ അവളുടെ കാല് പിടിച്ച് തിരിച്ചത്. ഇനി മതി, എഴുന്നേറ്റ് നടക്കാൻ നോക്ക്. മിത്രയോടായി പറഞ്ഞുകൊണ്ട് തന്റെ കൈകൾ അവൾക്ക് നേരെ നീട്ടി അവൻ. മിത്ര രുദ്രന്റെ കൈകളിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് പതിയെ അവന്റെ വലത് കൈയിലായി തന്റെ കൈ ചേർത്ത് പിടിച്ച് എഴുന്നേറ്റ് നിന്നു. അവൾ പതിയെ നടന്നു നോക്കി. ചെറിയൊരു വേദനയുണ്ടെങ്കിലും സ്വാഭാവികമായൊരു നടത്തം പെട്ടെന്ന് സാധിക്കില്ലെന്ന് മിത്രക്ക് മനസ്സിലായി. അവൾ ദയനീയമായി രുദ്രനെ നോക്കി. മിത്രയുടെ നിൽപ്പ് കണ്ടതും രുദ്രന് ദേഷ്യം വന്നെങ്കിലും അതെല്ലാം അടക്കി പിടിച്ച് നീട്ടിയൊരു ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടവൻ. ഈ സമയം അവൻ ഇനിയും തന്നെ വഴക്ക് പറയുന്നു കരുതി മിത്ര താഴേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്നാണ് അവൾ ഉയർന്നു പൊങ്ങിയതുപോലെ അവൾക്ക് തോന്നിയത്. നോക്കുമ്പോൾ രുദ്രൻ അവന്റെ ഇരു കൈകളിലുമായി അവളെ എടുത്തിരിക്കുകയാണ്. രുദ്രൻ തന്നെ എടുത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മിത്ര അവന്റെ കയ്യിൽ കിടന്നൊന്ന് കുതിറി. അടങ്ങിയിരിക്കടി, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ ഇട്ട് പോവും. കാണോടി നിനക്ക്. വേണ്ട. പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ് രുദ്രനെന്ന് മിത്രയ്ക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ തല വിലങ്ങനെയാട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു. അവളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവളെയും കൊണ്ട് നടന്നീങ്ങിയവൻ. ഈ സമയം ഒരു പൂച്ച കുഞ്ഞിനെ പോലെ രുദ്രന്റെ നെഞ്ചിലേക്ക് തന്റെ തല ചേർത്ത് വെച്ച് മിത്രയും ആ നിമിഷം ആവോളം ആസ്വദിക്കുകയായിരുന്നു. തന്റെ മനസ്സിൽ രുദ്രൻ എന്ന വ്യക്തിക്കുള്ള സ്ഥാനം മറ്റെന്തൊക്കെയോ ആയി മാറുന്ന പോലെ മിത്രയ്ക്ക് അപ്പോൾ തോന്നി തുടങ്ങുന്നുണ്ടായിരുന്നു. ഈ സമയം വനത്തിന്റെ അതിർത്തി. രാകേഷ്,
നമ്മുടെ പയ്യന്മാരുടെ കാടുകളൊക്കെ രണ്ടെണ്ണത്തിന് തരാൻ പറ. പീറ്റർ, വന്യമൃഗങ്ങളെങ്ങാനും മുന്നിൽ വന്ന് പെട്ടാ ഒന്നും നോക്കണ്ട, വെടിവെച്ചേക്ക്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ ബോസ്. മുന്നിൽ കാണുന്ന കരിനാഗത്തെ പോലെ പത്തി വിടർത്തി നിൽക്കുന്ന ആ വനത്തിലേക്ക് നോക്കി അല്പസമയം ആ വനാതിർത്തിയിൽ നിന്നും തേജ. പിന്നീട് തന്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് ആ വനത്തിലേക്ക് കയറി. കാടിന്റെ മനോഹാരിതയും നോക്കിക്കൊണ്ട് രുദ്രന്റെ കൈകളിലായി ഒതുങ്ങി ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് കാടിന്റെ മനോഹര കാഴ്ചകളെല്ലാം ഒരു കൊച്ചുകുട്ടിയുടെ ഭാവത്തിൽ നോക്കി കാണുകയായിരുന്നു മിത്ര. പെട്ടെന്നാണ് അവൾക്ക് സ്വബോധം വന്ന പോലെ അവൾ ചിന്തിച്ചത്. അയ്യോ, തന്നെ എടുത്ത് കുറച്ചധികം നേരമായാലും രുദ്രേട്ടൻ നടക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ പാവത്തിന്റെ കൈ വേദനിക്കുന്നുണ്ടാവും. അവൾ തലയുയർത്തി പതിയെ നോക്കി രുദ്രനെ. എവിടെ? അവിടെ ഇപ്പോഴും മുന്നേറ്റേക്കുന്ന ലക്ഷ്യം വെച്ചുള്ള നടത്താണെന്ന് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം. ഒരുപക്ഷെ താനിനി പറയാതെ അവൻ തന്നെ താഴെ നിർത്തില്ലെന്ന് തോന്നിയ മിത്ര അവനെ പതിയെ തോണ്ടി വിളിച്ചു. എന്താ? മിത്രയുടെ മുഖത്ത് നോക്കാതെ തന്നെ രുദ്രൻ അവളോടായി ചോദിച്ചു. അത് പിന്നെ എന്നും താഴെ ഇറക്കുമോ? മിത്ര അങ്ങനെ പറഞ്ഞു നടത്തി നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പൊ നിന്റെ കാൽവേദന മാറിയോ? അത് പിന്നെ ഇപ്പൊ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, വേദന കുറവുണ്ട്. അതിനൊന്ന് മൂളിക്കൊണ്ട് രുദ്രൻ മിത്രയെ താഴെ നിർത്തി. വീണ്ടും രുദ്രൻ മുന്നോട്ടേക്ക് നടക്കാനാഞ്ഞതും മിത്ര അവന്റെ മുഖത്തേക്ക് നോക്കാതെ രുദ്രന്റെ ഇടത് കൈയിലായി പിടുത്തമിട്ടുകൊണ്ട് അവളും അവന്റെ ഒപ്പം നടന്നു നീങ്ങി. തന്റെ പരിവരുത്ത കൈയിൽ മിത്രയുടെ പൂ പോലത്തെ കൈയുടെ സ്പർശമറിഞ്ഞതും രുദ്രന്റെ ശരീരമൊന്ന് കുളിർത്തു. എങ്കിലും മുഖത്ത് ഭാവ്യത്യാസം ഒന്നും വരുത്താതെ തന്നെ അവളുടെ കൈകളെ പിടിച്ചുകൊണ്ട് അവൻ നടന്നകന്നു. അതേ, അവൻ കേട്ടെന്ന് കരുതി മിത്ര ഒന്നുകൂടെ ഉറക്കെ വിളിച്ചു. അതേ! ഹോ, എന്റെ ചെവി! നീ ഇത്ര അടുത്തുനിന്ന് അലറണ്ട, എനിക്ക് കേൾക്കാൻ നീ പറയുന്നത് എന്താ കാര്യം? രുദ്രൻ മിത്രയുടെ മുഖത്തോക്കി ചോദിച്ചു. അത് പിന്നെ എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ അല്പം വെള്ളം വേണം. മിത്ര അങ്ങനെ പറഞ്ഞു. രുദ്രൻ നാലുപാടും നോക്കി. തന്റെ ഇടതുഭാഗത്ത് എവിടെയോ വെള്ളച്ചാട്ടമുള്ള പോലെ അവന് തോന്നി. വാ, അവിടെ പുഴയുള്ള പോലെ തോന്നുന്നു, പോയി നോക്കാം. മിത്ര തലയാട്ടിക്കൊണ്ട് രുദ്രന്റെ കൂടെ നടന്നു നീങ്ങി. സത്യത്തിൽ അവൾ അവശയായി പോയിരുന്നു. ഇനിയും വെള്ളം കുടിച്ചില്ലെങ്കിൽ തളർന്നു വീണു പോകുമെന്ന് മിത്രക്ക് തോന്നി. കുറച്ചല്പം കൂടി മുന്നോട്ടേക്ക് നടന്നു വലിയൊരു പുഴ കണ്ട് മിത്രയുടെ കണ്ണുകൾ വിടർന്നു. അത്രയും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നത്. സൂപ്പർ! കണ്ണുകൾ വിടർത്തിക്കൊണ്ട് കൈകൾ വിടർത്തി അവൾ അലറിക്കൊണ്ട് സന്തോഷത്താൽ പറഞ്ഞു. മിത്രയുടെ കളികളെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും രുദ്രൻ മുഖത്ത് ഗൗരവം വരുത്തി പറഞ്ഞു. ഡേ, നമ്മൾ ടൂർ വന്നല്ല, വേഗം വെള്ളം കുടിക്കണ കുടിച്ചിട്ട് എൻ്റെ കൂടെ വാ. മിത്ര പുഴയിൽ കൈകൾ കഴുകിക്കൊണ്ട് ആ തെളിഞ്ഞ വെള്ളം ഒന്ന് വകഞ്ഞു മാറ്റി കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് ആർത്തിയോടെ ദാഹമകറ്റി. ഈ സമയം രുദ്രനും ഓരോരത്തേക്ക് മാറിയിരുന്നു തന്റെ കൈയും കാലും മുഖവും എല്ലാം ഒന്ന് കഴുകി ദാഹമകറ്റി. അവന് അല്പം ഉന്മേഷം വന്ന പോലെ തോന്നി. ഇനി നടന്നാലോ? വൈകുന്നേരമായി. മിത്ര, എത്രയും പെട്ടെന്ന് നമുക്ക് ക്ഷേത്രത്തിലെത്തണം. അറിയാലോ, സമയം പോയിക്കൊണ്ടിരിക്കുക. രാത്രിയിൽ വന്യജീവികൾ ഇറങ്ങുന്ന ഇടാണ്. വേവാ. രുദ്രൻ അല്പം ഗൗരവത്തോടെ മിത്രയോട് പറഞ്ഞത് അവൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാവുന്നതുകൊണ്ട് തന്നെ രുദ്രന്റെ കൂടെ അവളും വേഗത്തിൽ നടന്നു നീങ്ങി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. കാടുകളിലെ വള്ളിപ്പടപ്പുകൾ കാണുമ്പോൾ വലിയ വലിയ നാഗങ്ങൾ തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് മിത്രക്ക് തോന്നിയത്. ഭയം കൊണ്ട് അവൾ രുദ്രന്റെ കൈകൾ ഇറുകി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കാടിന്റെ നിശബ്ദതക്ക് വല്ലാത്തൊരു വന്യതയായി തോന്നി തുടങ്ങി മിത്രയ്ക്ക്. അവൾ ഒന്നുകൂടെ രുദ്രന്റെ കൈകളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചുറ്റുപാട് നോക്കി നടന്നു നീങ്ങി. ദൂരെയായി കാണുന്ന ക്ഷേത്രം കണ്ടതും രുദ്രന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. പെട്ടെന്ന് രുദ്രൻ നടത്തം നിർത്തിയതും മിത്രവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്തൊരു സന്തോഷത്തോടെ ദൂരേക്ക് നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ട് മിത്രയും അവിടേക്ക് നോക്കി. ആ കൊടും വനത്തിന്റെ ഇടയിലാണെങ്കിലും ആ ക്ഷേത്രത്തിന് എന്തോ ഒരു ചൈതന്യമുള്ള പോലെ മിത്രയ്ക്ക് തോന്നി. ഇരുവരും പരസ്പരം കൈകൾ കോർത്ത് ഏതോ ഒരു അനുഭൂതിയിൽ ആ ക്ഷേത്രത്തിലേക്ക് വലതുകാൽ വെച്ച് പ്രവേശിച്ചു. ഈ സമയം അവരെ വരവേറ്റത് ക്ഷേത്രനടയിലുള്ള മണികൾ കാറ്റിൽ ആടിയുലഞ്ഞിട്ടായിരുന്നു. ഈ സമയം കാടിന്റെ മറ്റൊരിടത്ത് എവിടുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഗുണ്ടകളിൽ ഒരുവനും തന്റെ വിശ്വസ്തനുമായ റോയ് തേജയോട് പറഞ്ഞു. തേജ ആ ശബ്ദം വരും ദിക്കിലേക്ക് ചെവിയോർത്ത് നിന്നു. റോയ്, കിഴക്ക് വശത്തുനിന്ന് ആ ശബ്ദം കേൾക്കുന്നു. അതിനർത്ഥം അവരാ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. പിടിക്കണം അവരെ അവിടെ വെച്ച് തന്നെ. ഓക്കെ ബോസ്. തേജയുടെ നിർദ്ദേശം കിട്ടിയതും ഗുണ്ടകളെല്ലാവരും ആ കാടിനുള്ളിലെ ക്ഷേത്രം ലക്ഷ്യം വെച്ച് അതിവേഗത്തിൽ നടന്നു നീങ്ങി. മിത്ര, നീയും ഞാനും കാണാനുള്ള സമയം അടുത്തിരിക്കുന്നു. തേജ ആർത്ത് പൊട്ടിച്ചിരിച്ചു. ക്ഷേത്രത്തിനോടനുബന്ധിച്ച് കാണുന്ന ചെറിയൊരു കുളമുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി രുദ്രൻ ദേഹശുദ്ധി വരുത്തി കയറി വന്നു.
മിത്ര കൂടി വന്നു രുദ്രൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള ഒരു തരം താക്കോൽ ഉപയോഗിച്ച് ആ ക്ഷേത്രത്തിന്റെ നട തുറന്നു. ദീർഘകാലം അടഞ്ഞു കിടന്നുകൊണ്ടാവും അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്ന രുദ്രന് ആ മണികളുള്ള വാതിൽ തുറക്കാൻ. നട തുറന്ന് അവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. അവരുടെ പരദേവതയായ സാക്ഷാൽ മഹാദേവിയുടെ വിഗ്രഹം അവൻ തന്റെ നിറക്കണ്ണുകളോടെ കണ്ടു. കൈകൾ കൂപ്പി തൊഴുത് തൊട്ടുപുറകിലായി നിൽക്കുന്ന മിത്രയും കാണുന്നുണ്ടായിരുന്നു ഈ കാഴ്ച. അറിയാതെ തന്നെ അവളും വിഗ്രഹത്തിലേക്ക് നോക്കി തന്നെ കൈകൾ കൂപ്പി നിന്നു. വൈകാതെ തന്നെ വിളക്കുകളെല്ലാം കത്തിച്ച് പൂജ നടത്തി രുദ്രൻ ദേവിയെ പ്രസാദിപ്പിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് മിത്രയും രുദ്രനും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ ക്ഷണനേരം കൊണ്ട് അത്രയും നേരം പുഞ്ചിരിച്ചു നിന്നിരുന്ന രുദ്രന്റെ മുഖഭാവം മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല. മുറുകിയ മുഖത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്ന രുദ്രൻ തന്റെ ഇടതുവശത്ത് നിൽക്കുന്ന മിത്രയെ പിടിച്ച് തന്റെ കൈകൾക്കുള്ളിലാക്കിക്കൊണ്ട് ഒരൊറ്റ തിരിയിലായിരുന്നു. ബാലൻസ് തെറ്റി മിത്ര വീഴാൻ പോയത് മിത്ര രുദ്രനെ എതിരെ കെട്ടിപ്പോകും. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്തിനാണ് തന്നെ പിടിച്ചു വലിച്ചെന്ന് ചോദിക്കാൻ വേണ്ടി കണ്ണുകൾ ഉയർത്തി മിത്ര രുദ്രനെ നോക്കുമ്പോൾ സംഹാര രുദ്രനെ പോലെ നിൽക്കുന്ന രുദ്രദേവനെ കണ്ട് മിത്ര കിടുങ്ങി വിറച്ചുപോയി. താൻ ഇതുവരെ കണ്ട രുദ്രദേവന്റെ മുഖഭാവമല്ലായിരുന്നു അവൻ അപ്പോൾ. മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കണ്ണുകളെല്ലാം രക്തവർണ്ണമായി മറ്റെവിടേക്കോ ദൃഷ്ടികൾ ഊന്നി നിൽക്കുന്നവനെ കണ്ട് മിത്രയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത്. അവിടെ നിൽക്കുന്നവരെ കണ്ട് മിത്ര കിടുങ്ങി വിറച്ചുപോയി. അറിയാതെ തന്നെ അവളുടെ കൈകൾ രുദ്രന്റെ പുറത്തേക്ക് അമർത്തി വെച്ച് അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. രാകേഷേട്ടൻ? മിത്രയുടെ കണ്ണുകളിൽ ഭയം ആളി. പേടികൊണ്ട് മിത്രയുടെ ഇരു കണ്ണുകളും നിറഞ്ഞു. അപ്പോഴും രുദ്രനിൽ നിന്നും വിട്ടകലാതെ അവൾ അവന്റെ അടുത്തേക്ക് ഇനിയും എത്രത്തോളം ചേർന്ന് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയം രുദ്രനും അവളെ ആർക്കും വിട്ടു നൽകില്ലെന്ന പോലെ അവന്റെ കൈകൾക്കുള്ളിലാക്കിക്കൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. രാകേഷിനെ മാത്രം ശ്രദ്ധിച്ചു നിന്നിരുന്ന മിത്ര തൊട്ടടുത്തായി നിൽക്കുന്ന തേജയെ കണ്ണിലായിരുന്നുവെങ്കിലും തേജയുടെ കണ്ണുകൾ അപ്പോഴും തന്റെ മിത്രയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന രുദ്രന്റെ മുഖത്തായിരുന്നു. അത്രയും നേരം ശാന്തനായി നിന്ന തേജയുടെ മുഖവും ദേഷ്യം കൊണ്ട് മുറുകി തുടങ്ങിയിരുന്നു. എങ്കിലും മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് തേജ കാവിലേക്ക് നടന്നു കയറി. ഹലോ രുദ്രദേവ്, അപ്പൊ നീയാണോ എന്റെ മിത്രയുടെ രക്ഷകൻ? ഒരു നിമിഷം എന്റെ മിത്ര എന്ന തേജയുടെ വാക്കിൽ കുടുങ്ങിക്കിടക്കായിരുന്ന മിത്ര അവൾക്ക് അവൻ ആരാണെന്ന് പോലും മനസ്സിലായില്ല. വെൽക്കം വെൽക്കം മിസ്റ്റർ തേജ. നിന്നെയും തെറിഞ്ഞ് കുറച്ചു കാലമായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും നീ തന്നെ എന്റെ മുമ്പിൽ വന്ന് പെട്ടല്ലോ, സന്തോഷം. രുദ്രൻ തേജയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതിനവൻ രുദ്രയെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, ഞാൻ രുദ്രദേവ് സാറിനെ കാണാൻ വേണ്ടിയല്ല ഇത്ര കഷ്ടപ്പെട്ട് ഈ കാടും കയറി വന്നത്. കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഇടമുറ തമ്പുരാട്ടിയായ മിത്രദേവെ കൊണ്ടുപോകാനാ. ഇടിമുഴക്കം പോലെ ആ ശബ്ദം ആ വനത്തിലാകെ പ്രതിധ്വനിച്ചു. ഒരു നിമിഷം അത്രയും നേരം മിത്രയെ പിടിച്ചിരുന്ന രുദ്രന്റെ കൈകൾ അവളുടെ ദേഹത്ത് നയഞ്ഞു. മിത്രയും ആകെ വല്ലാത്തൊരവസ്ഥയിലായി. തന്റെ അസ്തിത്വം താൻ ആരാണെന്ന് രുദ്രൻ അറിഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം തന്നെ അവൻ അവിശ്വസിക്കുമോ എന്ന ഭയത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന മിത്രക്ക് രുദ്രനോട് ഇനി എന്താണ് പറയേണ്ടെന്ന് അറിയില്ലായിരുന്നു. അവൻ പിടിച്ച കൈകൾ തന്നിൽ നിന്ന് നടന്നു പോകുന്നറിഞ്ഞ മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് തന്റെ ഹൃദയം മുറിഞ്ഞു പോകുന്ന വേദന തോന്നി. അവന്റെ ദേഹത്ത് പുതപ്പിച്ചിരുന്ന മേൽമുണ്ടിൽ പിടിച്ച് അവനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അല്പം ഉയർന്നുകൊണ്ട് രുദ്രന്റെ ചെവിയിലായി അവൾ മന്ത്രിച്ചു, എന്നെ അവിശ്വസിക്കരുത്. ആ സമയം മിത്രയുടെ കണ്ണിൽ നിന്നുതിർന്നു വീണ കണ്ണുനീർ അവന്റെ നെഞ്ചിലായി വന്ന് പതിച്ചു. അവരുടെ ചേർന്നുള്ള നിൽപ്പും സംസാരമൊന്നും ഇഷ്ടപ്പെടാതെ രാകേഷ് ഓടി വന്ന് മിത്രയുടെ കൈകളിൽ പിടിച്ച് അവളെ വലിച്ചുകൊണ്ട് ചോദിച്ചു, എടീ, ക്ഷേത്രമുറ്റായി പോയി ഇല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ അറിയാറോ എനിക്ക് രാകേഷിനെ? പിന്നെ ഇത് തേജ, നീ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോളാം. നാളെ നിങ്ങളുടെ വിവാഹ. വെറുതെ ഞങ്ങളെ കൊണ്ട് ബലം പിടിപ്പിക്കരുത്, അത് നിനക്ക് നല്ലതിനായിരിക്കില്ല. അത്രയും പറഞ്ഞ് രാകേഷ് മിത്രയുടെ കൈകളിൽ ബലമായി പിടിച്ചത്. അവളുടെ കുഞ്ഞു കൈകൾ അവന്റെ പിടുത്തത്തിൽ വല്ലാതെ വേദനിച്ചു പോയി. ഇല്ല, ഞാൻ വരില്ല, ഞാൻ എങ്ങോട്ടും വരില്ല, ഞാൻ രുദ്രന്റെ കൂടെ നിൽക്കൂ. രുദ്രേട്ട, എന്നെ ഇവരുടെ കൂടെ വിടല്ലേ, ഞാൻ എല്ലാം പറയാം, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എല്ലാവരെയും ഭയന്നിട്ട ഈ മിത്ര ഒന്നും പറയാതിരുന്ന്. എന്നെ അവിശ്വസിക്കരുത്, ഞാനൊരു വഞ്ചകയല്ല, ഞാൻ എന്നെ. രുദ്രൻ തന്നെ അവരുടെ കൂടെ പറഞ്ഞയക്കുമോ എന്ന് കരുതി മിത്ര അവനോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. പക്ഷെ ആദ്യമായി മിത്രയ്ക്ക് നേരാവണ്ണം രുദ്രനോട് ശരിക്കും സംസാരിക്കാൻ കൂടെ കഴിഞ്ഞില്ല. തന്റെ മുഖത്ത് പോലും നോക്കാതെ താഴേക്ക് നോക്കി നിൽക്കുന്ന രുദ്രനെ കാണും തോറും മിത്രയുടെ നെഞ്ച് വീങ്ങി. രുദ്രേട്ട, എന്നെ വിട്ടയക്കല്ലേ. അത്രയും പറഞ്ഞ് അവന്റെ കൈകളിൽ മുറുകെ പിടിച്ച്
അവനോട് ചേർന്ന് നിന്നു ആ പെൺ. രാകേഷ്, എന്ത് നോക്കിക്ക, പിടിക്കവളെ. അവിടെ രുദ്രേട്ടൻ. തേജ രുദ്രനെ നോക്കി മുരനോട് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, എന്റെ പെണ്ണല്ലേ, ഇവളെ ഞാൻ തന്നെ അവന്റെ കൈകളിൽ നിന്ന് മോചിപ്പിച്ചോളാം. അപ്പോഴും ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി നിൽക്കുന്ന രുദ്രനെ നോക്കി തേജ പുച്ഛിച്ചുകൊണ്ട് മിത്രയുടെ ഇടത് കൈയിലായി പിടിച്ചു. ഏയ്, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? എന്റെ കയ്യിൽ നിന്ന് വിടാനല്ലേ പറഞ്ഞു. കരഞ്ഞുകൊണ്ട് മിത്ര രുദ്രനെ നോക്കി തേജയോടായി പറഞ്ഞു. പക്ഷെ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, വാടിയുടെ. അത്രയും പറഞ്ഞു തേജ മിത്രയുടെ കൈകൾ പിടിച്ച് മുമ്പോട്ടേക്ക് നടന്നു. എന്നാൽ രുദ്രനെ ഒന്നും മിണ്ടാതെ അത് നോക്കി നിൽക്കുകയായിരുന്നു. അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ നിറക്കണ്ണുകളോടെ മിത്ര അവനെ നോക്കി നിന്നു.